ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സർജറിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. റൂട്ടിന്റെ ഉള്ളിൽ നമുക്ക് കൃത്യമായിട്ട് വില കാണാൻ പറ്റാത്ത ആ സംഖ്യകളാണ് സർജറി എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ രണ്ട് തരങ്ങൾ, ശരിയായ സർജ് എന്താണ്, അതുപോലെ മിക്സഡ് ആയിട്ടുള്ള സർജ് എന്താണെന്നുള്ളതാണ്, പ്യുവർ സർജ് ആൻഡ് മിക്സഡ് സർജ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. So with rational factor is one only. Other factor being irrational is called a pure sum. അതായത് അതിന്റെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഘടകങ്ങളാക്കി തിരിച്ചെഴുതുന്ന സമയത്ത് റാഷണൽ ഫാക്ടർ ഒന്ന് മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്യുവർ സർവ് എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിഫ്ത്ത് റൂട്ട് ഓഫ് 16, അല്ലെങ്കിൽ അഞ്ചാമത്തെ റൂട്ട് അല്ലെ, 16ന്റെ അഞ്ചാമത്തെ റൂട്ട്, അതുപോലെ തേർഡ് റൂട്ട് ഓഫ് 50 അല്ലെങ്കിൽ 50ന്റെ മൂന്നാമത്തെ റൂട്ട്, ഇവയൊക്കെ എന്താണ്, പ്യുവർ സർച്ച് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ 16നെ നമ്മൾ ഘടകങ്ങളാക്കി തിരിച്ചെഴുതിയാലും 2 4 പ്രാവശ്യം എഴുതാൻ കഴിയും. 2നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 4 പ്രാവശ്യം എഴുതാൻ പറ്റും. 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2. അപ്പൊ പക്ഷെ ഉള്ളിൽ 4 2 വരുള്ളൂ, പുറത്ത് ഇവിടെ എന്തുണ്ട്, 5 ഉള്ളിൽ ഇവിടെ എഴുതി അത്രയും സംഖ്യകൾ ഒരേപോലെ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഈ റൂട്ടിന്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ 4 ഇവിടെ 5th റൂട്ടും ആയതുകൊണ്ട് അതിന് പിന്നെ നമുക്ക് തിരിച്ചെഴുതാൻ കഴിയില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കാനോ ലഘൂകരിച്ച് എഴുതാനോ കഴിയില്ല. ഈ 16 തന്നെയാണ് അതിന്റെ റൂട്ട്, 6 റൂട്ട് ഓഫ് 16 തന്നെയാണ് അതിന്റെ ഉത്തരം. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്യൂർ സർജ് എന്ന് പറയുന്നത്. അതിനെ പിന്നെ ലഘൂകരിച്ച് എഴുതാനോ അതല്ല ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് എഴുതാനോ കഴിയില്ല. അപ്പൊ 50നെ നമുക്ക് ഇങ്ങനെ എഴുതാം, 5 × 5 × 2 എന്ന് എഴുതാം. ഇവിടെ 3 ഇതിന്റെ റാങ്ക് അല്ലെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഓർഡർ എത്രയാണോ അത്രയും സംഖ്യ ഉള്ളിൽ ഒരേപോലെ വരണം. ഇവിടെ 2 5 ഒരു 2 മാത്രമേ വരുള്ളൂ. അപ്പൊ 5 2 തന്നെ വരുള്ളൂ, 3 വരില്ല. അതുകൊണ്ട് പുറത്തേക്ക് എടുക്കാനോ അതല്ലെങ്കിൽ ലഘൂകരിച്ച് എഴുതാനോ കഴിയില്ല. അങ്ങനെ കഴിയാത്തത് കൊണ്ട് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, തേർഡ് റൂട്ട് ഓഫ് 50 എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും, പ്യുവർ സർജ്. അത് പ്യുവർ ആണ്, അതിൽ കലർപ്പൊന്നുമില്ല. അതിനെ നമുക്ക് തിരിച്ചെഴുതാനോ ലഘൂകരിച്ചെഴുതാനോ കഴിയില്ല. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ പറയുന്നത് പ്യുവർ സർജ് എന്ന് പറയുന്നത്. ഇനി വേറെ ഒരു രീതി ഉണ്ട്, അതായത് വിത്തൗട്ട് ഹാവിങ് റാഷണൽ ഫാക്ടർ, അതായത് വൺ അലോങ് വിത്ത് ഇറാഷണൽ ഫാക്ടർ. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു റാഷണൽ ഫാക്ടർ 1 മാത്രമേ വരുള്ളൂ. ഇവിടെ ഒന്നല്ല, വേറെ ഏതെങ്കിലും ഫാക്ടർ റാഷണൽ ആയിട്ട് വരികയാണെങ്കിൽ, നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ ലഘൂകരിച്ച് എഴുതാൻ കഴിയുകയാണെങ്കിൽ, അങ്ങനെയുള്ളതിന് പറയുന്ന പേരാണ് മിക്സഡ് സർജ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങളാണ് 2 √3 എന്ന് പറയുന്നത്. അതിൽ 2 പുറത്തുണ്ട് അല്ലെ, √3 മാത്രമല്ല, എന്താ പറയാ, റൂട്ട് മാത്രമല്ല, അതിന്റെ കൂടെ വേറൊരു നമ്പർ, ഒരു കോഎഫിഷ്യന്റ് ആയിട്ട് ഒരു നമ്പർ ഇവിടെ വേറെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതില് 3 √7 അല്ലെങ്കിൽ 7ന്റെ മൂന്നാമത്തെ റൂട്ട് എന്ന് പറയുന്നത്, ഇതൊക്കെ എന്താണ്, മിക്സഡ് സർജ് ആണ്. ഇതുപോലെ അല്ലല്ലോ, അതിന്റെ ഉള്ളിലുള്ള ആ ഒരു സംഖ്യ ആ റൂട്ടിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കല്ല, പുറത്തേക്കൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ പറയുന്നത് മിക്സഡ് സർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്, നമ്മൾ ഓർഡർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. സർജിന്റെ ഓർഡർ എന്താണ്, കോഫിഷ്യന്റ് എന്താണ്, അതുപോലെ അതിന്റെ ഇൻഡെക്സ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 5 ³ √4 അല്ലെ, അതായത് 5 4ന്റെ മൂന്നാമത്തെ റൂട്ട്. അതില് ഈ 5നെ നമ്മൾ പറയുന്ന പേരാണ്, അതായത് നമ്മൾ ഈ റൂട്ടിന്റെ കൂടെയുള്ള ഒരു സംഖ്യ ഉണ്ടാവില്ലേ, ഒരു പൂർണ്ണസംഖ്യ ഉണ്ടാവും അല്ലെങ്കിൽ ഭിന്നസംഖ്യ, ഒരു റാഷണൽ നമ്പർ, എന്തെങ്കിലും ഒരു സംഖ്യ ഉണ്ടാവും, ഒരു റാഷണൽ നമ്പർ ഉണ്ടാവും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോ എഫിഷ്യന്റ് ഓഫ് ദി സർജ്. എന്താ പറയാ, കോ എഫിഷ്യന്റ് ഓഫ് ദി സർജ്. ഓക്കെ, ഇതിന്റെ കോ എഫിഷ്യന്റ് എന്നാണ് പറയാം. കോ എഫിഷ്യന്റ് കൂടെ കിടക്കുന്ന നമ്പറിനെയാണ് എന്ന് പറയാം കോ എഫിഷ്യന്റ് എന്ന് പറയാം. നമ്പറോ എന്തോ ആയിക്കോട്ടെ, ഇവിടെ നമുക്ക് നമ്പറാണ്. അപ്പൊ നമ്പറിനെ നമ്മൾ പറയുന്നത് കോ എഫിഷ്യന്റ് ഓഫ് ദി സർജ്. ഓക്കെ, ഇനി ഇവിടെ 3 ഉണ്ട് അല്ലെ, ³ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മൂന്നാമത്തെ റൂട്ട് എന്ന് പറയുന്ന ഈ സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓർഡർ. അപ്പൊ ഓർഡർ നിങ്ങൾ എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ റൂട്ടിന്റെ മുകളിൽ അല്ലെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ എത്രാമത്തെ റൂട്ടാണെന്ന് പറയുന്ന ഈ സാധനമാണ് എന്ത്,
ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ 4, അതായത് റൂട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ നമ്പറിനെ നമ്മൾ എന്ത് പറയുന്നത്? റാഡിക്കൻഡ്. ഉള്ളിൽ എന്താണോ കിടക്കുന്നത് അതിന് നമ്മൾ പറയുന്ന പേരാണ് റാഡിക്കൻഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു നമ്പറിൽ ഇപ്പൊ 2 എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ദ തേർഡ് ആണ്. ഇവിടെ റൂട്ട് മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഞാൻ പറഞ്ഞത് സ്ക്വയർ റൂട്ട് ആണ്. അപ്പൊ ഇവിടെ 2 ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. റൂട്ടിന്റെ മുകളിൽ ഒന്നും ഇല്ലെങ്കിൽ അതിനെ 2 എന്നായിട്ട് എടുക്കുന്നു കേട്ടോ. പിന്നെ അതുപോലെ റൂട്ടിന്റെ ഉള്ളിൽ 3 അതിനെ നമ്മൾ പറയുന്ന പേരാണ് റാഡിക്കൻഡ്. ഓക്കെ, 3 എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ്, ഈ 3 എന്ന് പറയുന്നത് ഓർഡർ, 7 എന്ന് പറയുന്നത് റാഡിക്കൻഡ്. അപ്പോ മനസ്സിലാക്കുക, ഇവിടെ കോഎഫിഷ്യന്റ് ഇല്ല, ഇവിടെ ഓർഡറും അതുപോലെ റാഡിക്കൻഡും മാത്രമേ ഉള്ളൂ. പ്യൂർസോഡില് കോഎഫിഷ്യന്റ് വരില്ല കേട്ടോ. മിക്സഡ് സർദാണെങ്കിൽ കോഎഫിഷ്യന്റ് വരും, ഓർഡർ വരും, റാഡിക്കൻഡ്. ഇനി ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. സ്റ്റേറ്റ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ സർഡ്. താഴെ പറയുന്നതിൽ സർഡുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് അല്ലാത്തത് എന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് റൂട്ട് 49, റൂട്ട് 96, ക്യൂബ് റൂട്ട് ഓഫ് 81, ക്യൂബ് റൂട്ട് ഓഫ് 256. ഓക്കെ, അതായത് 49, റൂട്ട് 49, റൂട്ട് 96, പിന്നെ ക്യൂബ് റൂട്ട് ഓഫ് 81, ക്യൂബ് റൂട്ട് ഓഫ് 256 അല്ലെ. ഇത്രയും സംഭവങ്ങൾ നമ്മളോട് ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ പരിശോധിച്ചിട്ട് അതിൽ ഏതൊക്കെയാണ് സോഴ്സ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് ഒന്നാമത് നോക്കിയോ സൊല്യൂഷൻസ്. ഒന്നാമത്തത് 49, റൂട്ട് 49 എന്ന് പറയുന്നതിനെ, റൂട്ട് 49 എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ക്യൂബ് റൂട്ട് ആണ് അല്ലെ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും എഴുതിയില്ലെങ്കിൽ, സോറി സ്ക്വയർ റൂട്ട് ആണ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും എഴുതിയില്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ ആരാണ് 2 ആണെന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതിയെന്ന് മാത്രം. സാധാരണ ഇത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം മനസ്സിലാക്കുക ഈ ക്യൂബ് റൂട്ടിന്റെ അവിടെ വേറെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ 2ആണ്, സ്ക്വയർ റൂട്ട് ആണ്. സ്ക്വയർ റൂട്ടിനാണ് സാധാരണ നമ്മൾ നമ്പർ എഴുതാറ് കേട്ടോ. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 49, ഇതിന്റെ അർത്ഥം എന്താ? ഏത് നമ്പറിനെ 2 തവണ ഗുണിക്കുമ്പോഴാണ് 49 കിട്ടുന്നത്. ഓക്കെ, ഏത് നമ്പറിനെ 2 തവണ ഗുണിക്കുമ്പോഴാണ് 49 കിട്ടുന്നത്. അങ്ങനെ നമ്പർ ഉണ്ടോ? എന്താ നോക്കാൻ വേണ്ടി ഇതിന്റെ ഘടകങ്ങളാക്കി നോക്കാം. നമുക്ക് തിരിച്ചെഴുതുമ്പോൾ നമ്മൾ 49 ഹരിക്കണം നമ്മൾ അങ്ങനെ പ്രൈം ഫാക്ടേഴ്സ് ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 7 × 7 കിട്ടും. ഓക്കെ, അപ്പോൾ 7 × 7, 7 ഗുണിക്കണം 7 49, 7 49. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 7 49 എന്ന് പറയുമ്പോൾ 7നെയാണ് 2 തവണ ഗുണിക്കുമ്പോൾ നമുക്ക് 49 കിട്ടുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? 7. ഇനി ഇങ്ങനെ നോക്കാം, ഇവിടെ 2 അല്ലേ, ഓർഡർ 2ആണ്. അപ്പോൾ ഉള്ളിൽ 2 പ്രാവശ്യം വരികയാണെങ്കിൽ നമുക്കതിനെ ഉത്തരം 1 ആക്കിയിട്ട് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ഓർഡർ 3 ആണെങ്കിൽ ഉള്ളിൽ 3 തവണ വന്നാലാണ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി അതല്ല ഇവിടെ 4 ആണെങ്കിൽ ഇതിൽ 4 തവണ സംഖ്യ വന്നാലാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഓർഡറിന്റെ അത്രയും തവണ സംഖ്യ ഉള്ളിൽ വന്നാലാണ് അതിന്റെ ഉത്തരം ആ സംഖ്യ തന്നെയായിട്ട് നമ്മൾ എഴുതും. അല്ലെങ്കിൽ സംഖ്യനെ നമുക്ക് 2 ഉണ്ടെങ്കിൽ ഇതിന് 1 ആയിട്ട് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പൊ 49 എന്ന് പറയുന്നത് സർദല്ല, കാരണം നമുക്ക് ഉത്തരം കിട്ടി. ഉത്തരം കിട്ടാൻ പാടില്ല, റൂട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് ഉത്തരം കിട്ടാൻ പാടില്ല. അങ്ങനെയുള്ളതിനെയാണ് സർദ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെ കൃത്യമായിട്ട് 7 ഉത്തരം കിട്ടി. അപ്പൊ അത് റാഷണൽ നമ്പറാണ്, ഒരു ഭിന്നസംഖ്യയാണ് അല്ലെ, ഭിന്നകമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 49 സർദ് അല്ല. കാരണം ഇതിന് ഉത്തരം കിട്ടുന്നുണ്ട്, ഉത്തരം കിട്ടാൻ പാടില്ല സർദിന്, അത് സർദല്ല. ഇനി രണ്ടാമത്തെ നോക്കി നോക്കാം, റൂട്ട് 96. അതിന് നമ്മൾ ഘടകം പ്രൈം ഫാക്ടറൈസേഷന്റെ ഘടകമൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, 4 ഗുണിക്കണം 4 ഗുണിക്കണം 6 എന്ന് എഴുതാം. ഇപ്പൊ റൂട്ട് 96 എന്ന് പറഞ്ഞാൽ ഇവിടെ പുറത്ത് 2 ഉണ്ട് കേട്ടോ, 2ആണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, 4 2 തവണ വന്നു, അപ്പൊ ഒരു 4 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, 6 ഒരു തവണയേ ഉള്ളൂ, അപ്പൊ അതിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് നമുക്ക് റൂട്ട് 6 എന്ന് പറ്റുന്ന വരും. ഓക്കെ, അപ്പൊ എന്റെ ഉത്തരം എന്ന് പറയുന്നത് 4 റൂട്ട് 6. ഇതെന്താണ്? ഒരു മിക്സഡ് സർദല്ലേ അല്ലേ, ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്, അതുപോലെ റൂട്ട് ഉണ്ട്, റൂട്ടിന്റെ അവിടെ 2 ഉണ്ട്, ഓർഡർ 2 ആണ്. ഇത് റാഡിക്കൻഡ് 6 ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഒരു സർദ് ആണ് കേട്ടോ. അപ്പൊ റൂട്ട് 96 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്, അതുകൊണ്ട് റൂട്ട് 96 എന്ന് പറയുന്നത് എന്താണ്? സർദ് ആണ്. ഓക്കെ, ഇനി 3 എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 81. ക്യൂബ് റൂട്ട് ഓഫ് 81. 81നെ നമുക്ക് എങ്ങനെ എഴുതാം? ഘടകങ്ങളാക്കി എഴുതുമ്പോൾ 3 4 തവണ വരുന്നുണ്ട് അല്ലെ, 3 × 3 × 3 × 3 എന്ന് എഴുതാം. ഘടകക്രിയ ഇങ്ങനെ എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് തന്നെ നോക്കി നോക്കുക ഏതൊക്കെയാണ് ഘടകങ്ങൾ കേട്ടോ. അപ്പൊ നമുക്ക് ഈ നമ്പേഴ്സ് കിട്ടും.
4. അതിലും ഇത് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാന്നുള്ളത്. അപ്പോ ഇവിടെ 4 3 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ഓർഡർ 3 അപ്പൊ അത്രയും സംഖ്യ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒന്നായി പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇവിടെ 1 2 3 3 പകരം നമുക്ക് ഒരു 3 പുറത്തെഴുതാം. ഓക്കെ, പിന്നെ ഒരു 3 ഉള്ളിലുണ്ട്, അതിനെ നമ്മൾ റൂട്ട് 3 അതേപോലെ തന്നെ എഴുതി. പുറത്തുള്ള ഓർഡർ എന്ന് പറയുന്നത് 3 തന്നെയാണ്. അപ്പൊ കോഎഫിഷ്യന്റ് 3. ഈ 3 3 പകരം ഒരു 3 നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു, കാരണം ഇവിടെ ഓർഡർ 3 ആയതുകൊണ്ട്. പിന്നെ ഒരു 3 ഉണ്ട്, അതിന് എടുക്കാൻ വേറെ തുണകളൊന്നും ഇല്ല, വേറെ കമ്പനി ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിന് അവിടെ തന്നെ ഇട്ട് സേഫ് ആക്കി വെക്കുന്നു. ഓക്കെ, അപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ 3 അതുപോലെ എഴുതി ചെയ്ത് അവിടെ ഇട്ട് കൊടുത്തു. ഇത് എന്താണ്? ഒരു ഇറാഷണൽ നമ്പറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഎഫിഷ്യന്റ് ഉണ്ട്, റാങ്ക് ഓർഡർ ഉണ്ട്, അതുപോലെ റാഡിക്കന്റ് ഉണ്ട്. അപ്പോൾ ഈ ക്യൂബ് റൂട്ട് 81 എന്ന് പറയുന്നത് സോൾവാണ്. ഓക്കെ, ഇനി 4ാമത്തെ നോക്കി നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് 256 എന്താ വരുന്നത്? നമുക്കതിനെ 4 ഗുണിക്കണം 4 ഗുണിക്കണം 4 ഗുണിക്കണം 4 എന്ന് എഴുതാം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടും. ഇനി അതില് ഞാൻ പറഞ്ഞു ഇവിടെ ഓർഡർ 3 അപ്പോൾ 4 നോക്കുക. 1 2 3. ഈ 3 4 പകരം ഒരു 4 നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, പിന്നെ ക്യൂബ് റൂട്ട് ഓഫ് ഉള്ളിലായിരുമ്പോഴും 4 4 അതേപോലെ എഴുതാം. അത് പുറത്തേക്ക് വെക്കാം, വേറെ 2 4 വേണം. പക്ഷെ അതിവിടെ ഇല്ല, അതുകൊണ്ട് അതിന് ഈ റൂട്ടിന്റെ ഉള്ളിൽ തന്നെ സെൽഫ് ആക്കി വെക്കാം കേട്ടോ. അപ്പൊ 4 ക്യൂബ് റൂട്ട് ഓഫ് 4 വരും. അപ്പൊ ഇതെന്താണ്? ഇത് മിക്സേർഡാണ്, കാരണം ഇതിന് ഉത്തരം കൃത്യമായിട്ട് കണ്ടെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഇറാഷണൽ ആണ്. അപ്പൊ അത് ഒരു സേർഡാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഉദാഹരണങ്ങളിൽ 2 3 4 എന്താണ്? സേർഡാണ്. ഒന്നാമത്തെ 49 എന്ന് പറഞ്ഞ റൂട്ട് 49 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സേർഡല്ല, അതൊരു സാധാരണ നമ്പർ ആയിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓർഡർ ആൻഡ് റാഡിക്കന്റ് ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ്. താഴെ പറയുന്നതിലെ ഓർഡറും റാഡിക്കന്റും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ഓർഡർ, ഏതൊക്കെയാണ് റാഡിക്കന്റ്? താഴെ 4 സംഖ്യ തന്നിട്ടുണ്ട്. 5th റൂട്ട് ഓഫ് 117, റൂട്ട് ഓഫ് 162, 4th റൂട്ട് ഓഫ് 230, 4th റൂട്ട് ഓഫ് 214 അല്ലെ? അങ്ങനെ 4 സംഖ്യകൾ തന്നിട്ടുണ്ട്. 117ന്റെ 5ാമത്തെ റൂട്ട് നമുക്ക് നോക്കി നോക്കാം. സൊല്യൂഷൻ ഫസ്റ്റ്. ഇതിന്റെ ഓർഡർ എന്താണ്? ഓർഡർ എന്ന് പറയുമ്പോൾ റൂട്ടിന്റെ പുറത്ത് കിടക്കുന്ന ഈ സംഭവം കേട്ടോ, അത് ഓർഡർ 5. റാഡിക്കന്റ് എന്ന റൂട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന സംഖ്യ. റാഡിക്കന്റ് ഈസ് 117. ഈ രണ്ടാമത്തെ സംഖ്യ നോക്കൂ, റൂട്ട് ഓഫ് 162. ഓർഡർ എന്താ? ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, അതൊന്നും നമുക്കറിയാം. സ്ക്വയർ റൂട്ട് ആണ്, 2 ആണ് കേട്ടോ. ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. റാഡിക്കന്റ് എന്ന് പറയുന്നത് 162 ഉള്ളിൽ കിടക്കുന്ന സംഖ്യയാണ്. മൂന്നാമത്തിലോ ഓർഡർ എന്ന് പറയുന്നത് 4 ആണ്. റാഡിക്കന്റ് എന്ന് പറയുന്നത് 230 ആണ്. നാലാമത്തതിലോ ഓർഡർ എന്ന് പറയുന്നത് 4 ആണ്. റാഡിക്കന്റ് എന്ന് പറയുന്നത് 214. ഓക്കെ, ഓർഡറും റാഡിക്കന്റും എന്താ മനസ്സിലായോ? ഇനി ഇപ്പുറത്ത് വേറെ സംഖ്യ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു രീതിയിലുള്ള സംഭവമാണ് ഐഡന്റിഫൈ പ്യുവർ ആൻഡ് മിക്സഡ് സർവേ. നമ്മൾ പറഞ്ഞ നേരത്തെ പ്യുവർ ആൻഡ് മിക്സഡ് സർവേ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 3 സംഖ്യ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? റൂട്ട് 42, 4 ക്യൂബ് റൂട്ട് ഓഫ് 80, 2 4th റൂട്ട് ഓഫ് 98 അല്ലേ? അപ്പൊ അതിൽ ഒന്നാമത്തെ നോക്കി വെക്കാം. സൊല്യൂഷൻ 42 എന്ന് പറയുന്നതിന് നമുക്ക് ഘടകങ്ങളാക്കി എഴുതുമ്പോൾ 2 × 3 × 7 വരും. അതിന് പിന്നെ ചുരുക്കാനോ പുറത്തേക്ക് എടുക്കാനോ ഒന്നും ഇല്ല അല്ലേ? അപ്പൊ അതിന് നമ്മൾ പ്യൂർ സർവ് എന്ന് പറയും. അത് പ്യൂർ സർവാണ്. അതിന് നമുക്ക് പുറത്തേക്ക് എടുക്കാനൊന്നുമില്ല. ഒരു 2 ഉള്ളൂ, ഒരു 3 ഉള്ളൂ, ഒരു 7 ഉള്ളൂ. ഇവിടെ എന്തില്ല? സ്ക്വയർ 2 ആണ് അല്ലെ? സ്ക്വയർ റൂട്ട് ആണ്. അപ്പൊ ഇവിടെ 2 ഉണ്ടാവും. 2 സംഖ്യയിൽ ഇല്ല, പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിനെ ലഘൂകരിച്ച് എഴുതാൻ പറ്റില്ല. അപ്പൊ അതിനെ നമ്മൾ പ്യൂർ സർവ് എന്ന് പറയുന്നത്. ഇനി 4 ക്യൂബ് റൂട്ട് ഓഫ് 80 അതൊരു മിക്സഡ് സർവ് ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിനെ 18 ഒന്നും തിരിച്ചു കൊണ്ടുവരാനൊന്നുമില്ല. ഉണ്ടോ? 2 × 3 × 3 ആണ്. അപ്പൊ ഇവിടെ 3 ഉണ്ട്, ആ പുറത്തേക്ക് ഒന്നും എടുക്കാനോ 3 പ്രാവശ്യത്തിന്റെ ഒന്നും വരുന്നില്ല. സോ ഇതൊരു മിക്സഡ് സർവ് ആണ്. കോഎഫിഷ്യന്റിന്റെ റാങ്ക് ഓർഡർ ഉണ്ട്, പിന്നെ എന്താണ് റാഡിക്കന്റ് ഉണ്ട്. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയാം? മിക്സഡ് സർവ്. ഇതും ഒരു മിക്സഡ് സർവ് ആണ് അല്ലെ? കോഎഫിഷ്യന്റ് എന്താ ഓർഡർ ഉണ്ട്, അതുപോലെ റാഡിക്കന്റ് ഉണ്ട്. ഓക്കെ, ഇനി ലോസ് ഓഫ് റാഡിക്കൽസ്. ഈ റാഡിക്കൽസിന്റെ അല്ലെങ്കിൽ ഈ റൂട്ടിന്റെ ഉള്ളിൽ വരുന്ന ഈ സംഭവത്തിന്റെ കുറച്ച് നിയമങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ നിയമമാണ് റൂട്ട് ഓഫ് nth റൂട്ട് ഓഫ് എന്റെ ഹോൾ റൈസ് ടു n എടുക്കണം. ഉത്തരം എന്തെന്നെ കിട്ടുക? എ തന്നെ കിട്ടുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമുക്ക് റാഡിക്കന്റ് എന്താന്ന് നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
nth റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ a⁻1/n ആണ്. നമ്മൾ 1/q qth ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയില്ലേ, q ടൈം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ a⁻1/n-നെ n കൊണ്ട് n തവണ ഗുണിച്ചാൽ എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ വരിക, a തന്നെയാണ് വരിക കേട്ടോ. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് അതായത് nth റൂട്ടിന്റെ ഓൾ റേസ് ടു സെയിം റൂട്ടിന്റെ അതേ നമ്പർ റേസ് കൊടുത്തു കഴിഞ്ഞാൽ സംഖ്യ കിട്ടും. ഇനി നമ്മളോട് രണ്ട് റൂട്ടുകൾ തമ്മിൽ ഗുണിക്കാൻ പറയാം. വേറെ വേറെ സംഖ്യയാണ്, പക്ഷെ ഓർഡർ എന്താണ്, സെയിം ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഒന്നിച്ച് വിട്ട് എഴുതാൻ ഞാൻ പറഞ്ഞു, ab nth റൂട്ട് ഓഫ് ab. ഓക്കെ, പിന്നെ ഹരിക്കുന്നതാണ്, അതായത് nth റൂട്ട് ഓഫ് a ഹരിക്കണം nth റൂട്ട് ഓഫ് b എന്ന് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, nth റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് സംഖ്യകൾ എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യില്ലേ, രണ്ടെണ്ണം ഗുണിക്കാൻ വരുന്ന സമയത്ത് ഒരുമിച്ച് ഉള്ളിൽ കിടന്ന് ഗുണിച്ച് nth റൂട്ട് പുറത്തെടുക്കുക. അതേപോലെ ഹരണം വരുമ്പോഴും റൂട്ട് ഒന്നിച്ചെടുത്ത് സംഖ്യകൾ തമ്മിൽ ഹരിക്കുക, nth റൂട്ട് എടുക്കുക കേട്ടോ. അവിടെ എയും ബി എന്ന് പറയുന്നത് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണ്. എയും ബി എന്ന് പറയുന്നത് പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ്. n എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പൂർണ്ണസംഖ്യയാണ് കേട്ടോ. n എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ആയിക്കോട്ടെ, അല്ല പോസിറ്റീവ് പൂർണ്ണസംഖ്യയാണ്. അതായത് 1 2 3 4 5 അങ്ങനെ പോകും. അതിൽ ഏതെങ്കിലും ഒന്നാണ് n എന്ന് പറയുന്നത്, പൂർണ്ണസംഖ്യകളാണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ സെർച്ച് ആൻഡ് വിച്ച് ആർ നോട്ട്. അത് അടുത്ത ഒരു സംഭവം, നമ്മൾ ഈ പറഞ്ഞ ലോ ഉപയോഗിച്ച് താഴെ പറഞ്ഞതിൽ ഏതൊക്കെയാണ് സെർച്ചുകൾ എന്ന് അല്ലാത്തത് ഏതൊക്കെയാണെന്നുള്ളത് എന്ന് പറഞ്ഞാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് √5 × 80 √80. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ 2√15 ഹരിക്കണം 4√10. മൂന്നാമത്തെ ഹരിക്കണം എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 4 ഗുണിക്കണം ക്യൂബ് റൂട്ട് ഓഫ് 60. നാലാമത്തത് √32 ഹരിക്കണം √27. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് സെർവ് ഏതൊക്കെയാണ് അല്ലാത്തതെന്നത് നമ്മളിപ്പോ പഠിച്ച നിയമങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് നോക്കാം, √5 × √18. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് റൂട്ടുകൾ ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് ഇവിടെ ഓർഡർ സെയിം ആണ് അല്ലെ, 2 ആണ് 2 ആണ്, രണ്ടും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളിലേക്ക് ഗുണിക്കും. √ അത് നോക്കണ്ട, പ്രത്യേകം നോക്കണം, ഓർഡർ സെയിം ആണോ നോക്കണം. സെയിം ആണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. √5 × 18 വരും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, √400 ആണ് അല്ലെ. 5 × 80 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 400 കിട്ടും. 400ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, 20 ആണ്. 20 ഗുണിക്കണം 20 ആണ് 400. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടുന്നുണ്ട് 20. ഏത് സംഖ്യയെ 2 തവണ ഗുണിച്ചാൽ 400 കിട്ടാം, 20യെ 2 തവണ ഗുണിച്ചാൽ 20 400 കിട്ടും. അതൊരു റാഷണൽ നമ്പർ ആണ്. അതുകൊണ്ട് 5 × 8 എന്ന് പറയുന്നതല്ല, സഹജമല്ല, കാരണം നമുക്ക് കൃത്യമായി ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സഹജമാണ് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 2√15 ഹരിക്കണം 4√10. ഓക്കെ, അപ്പൊ ഹരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ, 2√50 ഡിവൈഡഡ് ബൈ 4√10. നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. ഇനി എന്ത് ചെയ്യാം, ഈ 2നെ നമുക്ക് ഉള്ളിൽ കൊടുക്കാം. നമ്മൾ പറഞ്ഞു രണ്ടെണ്ണം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ റൂട്ട് സ്ക്വയർ അല്ലേ, അപ്പൊ 2 ഉള്ളിൽ 2 ഉണ്ടെങ്കിൽ ഉള്ളിൽ നമുക്ക് പുറത്ത് എടുക്കാന്ന് പറയുള്ളൂ. നേരെ തിരിച്ച് 1 പുറത്താണെങ്കിൽ നമ്മൾ ഉള്ളിൽ കൊടുക്കുമ്പോൾ 2 ആക്കി കൊടുക്കണം. അപ്പൊ ഈ 2നെ ഞാൻ എളുപ്പത്തിൽ എന്റെ ഉള്ളിലേക്ക് കൊടുക്കണം. ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഉള്ളിൽ എത്തുമ്പോൾ 2 ഓക്കെ, എത്ര ഓർഡർ ആവോ അത്ര എണ്ണമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ഓർഡർ 2 ആണ്, അതുകൊണ്ട് ഉള്ളിൽ എത്തുമ്പോൾ 2 2. 2 × 2 × 15 ഹരിക്കണം ഈ 4ന് ഉള്ളിൽ കൊടുക്കുമ്പോൾ 2 4 ആവും. 4 ഗുണിക്കണം 4 ഗുണിക്കണം 10. ഓക്കെ, ഇനി അതിനെ നമുക്ക് ഒന്നിച്ചെടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ 2 ഗുണിക്കണം 2 ഗുണിക്കണം 15 ബൈ 4 ഗുണിക്കണം 4 ഗുണിക്കണം 10. ഓക്കെ, ഇനി ഒരുപോലുള്ളൊക്കെ വെട്ടിക്കളാം. 2 ഗുണിക്കണം 2 4 അപ്പൊ ഒരു 4ഉം ഈ 4ഉം വെട്ടിക്കളാം. ബാക്കി 15 ബൈ 4 ഗുണിക്കണം 10. 15 നമുക്ക് എങ്ങനെ എഴുതാം, 3 ഗുണിക്കണം 5. 10 നമുക്ക് എങ്ങനെ എഴുതാം, 2 ഗുണിക്കണം 5 അല്ലെ. അപ്പൊ 5ഉം 5ഉം വെട്ടിപ്പോയി. ബാക്കിയുള്ളത് √3 ബൈ 4 ഗുണിക്കണം 2 ചേർത്ത് 8 എന്നത്. അതൊരു ഇറാഷണൽ നമ്പർ. അതിനെ നമുക്കിനി ആൻസർ കൃത്യമായിട്ട് കാണാൻ കഴിയില്ല. ക്യൂബ് റൂട്ട് ഓഫ് 8 ക്യൂബ് റൂട്ട് ഓഫ് 3 നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അതെന്താണ്, ഒരു സേർജാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ നോക്കി വെക്കാം. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 4 × ക്യൂബ് റൂട്ട് ഓഫ് 16 എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിച്ച് ക്യൂബ് റൂട്ട്, 2 ഓർഡർ സെയിം ആയതുകൊണ്ട് ഒന്നിച്ചെടുക്കുക, ഉള്ളിൽ ഗുണിക്കുക. 4 ഗുണിക്കണം 16 എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് വരും അല്ലെ. 4 ഗുണിക്കണം 16 പറയുമ്പോൾ 64 ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 4 ഗുണിക്കണം 4 ഗുണിക്കണം 4 എന്ന് എഴുതാം. ഇവിടെ ഓർഡർ 3 ആണ്, 3 4 ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇത്ര നമുക്ക് ഒരു 4 നമുക്ക് പകരം 1 പുറത്ത് കൊടുത്തിട്ട് എഴുതാം. ഓക്കെ, അതായത് ഏത് സംഖ്യയെ 3 തവണ വിളിക്കുമ്പോഴാണ് 64 കിട്ടുക, 4നെ 3 തവണ വിളിക്കുമ്പോഴാണ് 64 കിട്ടുക. അപ്പൊ ഉത്തരം 4 ആണ് കേട്ടോ.
അപ്പൊ ഇത് എന്താ സേർദല്ല, കാരണം നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്നുണ്ട്. 4 എന്നുള്ള കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ക്യൂബ് റൂട്ട് ഓഫ് 4 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 16 എന്ന് പറയുന്നത് സേർദല്ല. ഇനി അടുത്തത് റൂട്ട് ഓഫ് 32 ഹരിക്കണം റൂട്ട് ഓഫ് 27. അതിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഹരിക്കണം എന്നുള്ളതിനെ റൂട്ട് 32 ബൈ റൂട്ട് 27 എഴുതാം. അതിനുള്ളിലേക്ക് ഒന്നിച്ചെടുത്ത് എഴുതുകയാണെങ്കിൽ റൂട്ട് 32 ബൈ റൂട്ട് 27. ഇവിടെ ഒന്നും ഹരിക്കാനോ പുറത്തേക്ക് എടുക്കാനോ ഒന്നുമില്ല. അതൊരു ഇറാഷണൽ നമ്പറാണ്. അതുകൊണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഇത്. 32 27 പൊതുവായിട്ടൊന്നും വരുന്നില്ല. 33 ആണെങ്കിലും 30 ആണെങ്കിലും ഒക്കെ നമുക്ക് വെട്ടിപ്പോവായിരുന്നു. ഇതിലൊന്നും പൊതുവായിട്ട് വരുന്നില്ല. 2 ഒന്നും പൊതുവായിട്ട് വരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതിനെ വെട്ടി ലഘൂകരിക്കാനോ പുറത്തേക്ക് എടുക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഇതൊരു ഇറാഷണൽ നമ്പറാണ്. ഇതെന്താണ്? ഇതാണ്. ഓക്കെ. ഇനി ലോസ് ഓഫ് സർദ്. ഈ സർദിന്റെ കുറച്ച് നിയമങ്ങളുണ്ട്. എന്താണെന്ന് നോക്കി. Recall the surd can be expressed as a number with fractional exponents. അല്ലെ? അതായത് സർദിനെ നമ്മൾ ഫ്രാക്ഷണൽ എക്സ്പോണൻസ് ആയിട്ട് എഴുതുന്നില്ല. റൂട്ട് 32 നമ്മൾ എങ്ങനെ എഴുതുന്നു? 32 ഹരിക്കണം 1/2 അല്ലെ? അതല്ലെങ്കിൽ റൂട്ട് 27 റൈസ് ടു 1/2 അല്ലെങ്കിൽ ഘാതം 1/2 എന്ന് നമ്മൾ എഴുതുന്നു. 16 ക്യൂബ് റൂട്ട് ഓഫ് 16 എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 16 ഘാതം 1/3 അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷണൽ എക്സ്പോണൻസ് ആയിട്ട് എഴുതാം. ഇതിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഘാതം എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യ ആയിട്ട് എഴുതാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന്റെ ലോസ് ഓഫ് ഇൻഡിസസ് എന്ന് പറയുന്നത് ലെസൺ ബിഫോർ ആൻഡ് ആപ്ലിക്കബിൾ ടു ദം ഓൾസോ. അതായത് നമ്മൾ ഈ ഇൻഡിസസിന് നമ്മൾ കുറച്ച് നിയമങ്ങൾ പഠിച്ചല്ലോ. ഘാതം വരുന്ന സമയത്ത് ARISTM എന്ന് പറയുന്നത് ARISTM തന്നെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നിയമങ്ങൾ പഠിച്ചില്ലേ? ആ സംഭവങ്ങളൊക്കെ ഈ സർദിനും എന്താണ് അപ്ലിക്കബിൾ ആണ്. അതിന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് നമുക്ക് നോക്കി വെക്കാം. ഓക്കെ. അതിൽ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നതാണ് nth റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു nth റൂട്ട് ഓഫ് വൈ എന്ന് പറയുന്നത് nth റൂട്ട് ഓഫ് എക്സ് വൈ ആണ്. അതായത് രണ്ടിനെ തമ്മിൽ ഗുണിക്കുന്ന സമയത്ത് റൂട്ട് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിച്ചെടുത്ത് എക്സ് വൈ എന്ന് എഴുതാം. നമ്മൾ ARISTM എന്ന് പറയുമ്പോൾ ARISTM എന്നാണെങ്കിൽ പറഞ്ഞത് ഒന്നിച്ചെടുക്കാന്ന് പറഞ്ഞത് അതേ സംഭവം തന്നെ. പിന്നെ അതല്ല, പിന്നെ എന്താ ഇതായിട്ട് പറയുകയാണെങ്കിൽ അതായത് x⁻n ഇൻറ്റു y⁻n അല്ലെങ്കിൽ എക്സ് ഘാതം 1/n ഗുണിക്കണം y ഘാതം 1/n എന്ന് പറയുന്നത് എക്സിനെയും വൈനെയും ഒരുമിച്ചെടുത്ത് 1/n കോമൺ അല്ല, അതിന് കോമൺ ആയിട്ട് നമുക്ക് എഴുതാൻ എന്നാണ് പറയുന്നത്. ഇത് ഒന്നാമത്തെ നിയമം. ഇനി രണ്ടാമത്തെ നിയമം എന്ന് പറയുമ്പോൾ nth റൂട്ട് ഓഫ് എക്സ് ഹരിക്കണം nth റൂട്ട് ഓഫ് വൈ എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് പൊതുവായിട്ട് പുറത്തേക്കെടുത്ത് nth റൂട്ട് ഓഫ് എക്സ് ബൈ വൈ എന്ന് എഴുതാം. അതല്ലെങ്കിൽ എക്സ് ഘാതം 1/n ഹരിക്കണം y ഘാതം 1/n എന്ന് പറയുന്നത് xy ഘാതം 1/n എന്ന് നമുക്ക് എഴുതാം. ഇനി മൂന്നാമത്തെ നിയമമാണ് 2 റൂട്ട് വരികയാണെങ്കിൽ, അതായത് ഒന്നാമത്തെ റൂട്ടിൽ എമ്മും രണ്ടാമത്തെ റൂട്ടിൽ എന്നും ഓഫ് എക്സ് റൂട്ട് ഓഫ് എൻ എക്സ് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടിനെയും കൂടി ഗുണിച്ച് വയ്ക്കാൻ മതി. mn റൂട്ട് എക്സ്. അതായത് ഇപ്പൊ ഇത് രണ്ടും ഇത് മൂന്നും ആണെങ്കിൽ നമുക്ക് 2 ഗുണിക്കാം. 3 എന്ന് പറയുമ്പോൾ 6 എന്ന് എഴുതാം. അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. ഇത് തിരിച്ചു വേണമെങ്കിലും എഴുതാം. അതായത് 2 റൂട്ട് 3 ആയാലും ഒന്നിച്ച് തന്നെയാണ്. എന്ന് തിരിച്ചു വന്നാലും എന്ന് ഇവിടെ വന്നാലൊക്കെ സെയിം ആണ്. അത് പറയുന്നത് എന്താ? x⁻1/n ഹോൾ റൈസ് ടു 1/m ആണെങ്കിൽ എക്സ് ഘാതം 1/m പിന്നെ ഒരു 1/m ഘാതം എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഘാതം 1/m. ഇതിനെ രണ്ടിനെയും ഗുണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇനി അതല്ലെങ്കിൽ തിരിച്ചു വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് മൂന്നാമത്തെ നിയമം. നാലാമത്തെ നിയമം എന്ന് പറയുമ്പോൾ nth റൂട്ട് ഓഫ് x⁻m ഉള്ളില് പവർ വരികയാണെങ്കിൽ ഇൻഡെക്സ് വരികയാണെങ്കിൽ എക്സ്പോണന്റ് വരികയാണെങ്കിൽ എങ്ങനെ എഴുതാന്ന് പറഞ്ഞു? ഇത് ബൈ ഇത് ഉള്ളിലുള്ള പവർ ബൈ പുറത്തുള്ള സംഖ്യ എക്സ് ഘാതം n/n എന്ന് എഴുതാം. ഓക്കെ. അതിന് നമ്മൾ അങ്ങനെ വെച്ച് അല്ല ഭിന്നസംഖ്യ വെച്ച് റൂട്ട് എന്ന് പറഞ്ഞാൽ 1/n ആണ് അർത്ഥം. ഘാതം 1/n. അപ്പൊ x⁻m ഉള്ളിലുണ്ട്. റൂട്ട് എന്നിന് പകരം ഘാതം 1/n എന്ന് നമ്മൾ ⁻1/n എഴുതി. അതെന്ന് പറയുന്നത് രണ്ട് കൊണ്ടുപോയി ഗുണിച്ചു കഴിഞ്ഞാൽ m×1/n ഗുണിച്ചത് നമുക്ക് n/n. ഓക്കെ. ഇനി അഞ്ചാമത്തെ നിയമമാണ് mth റൂട്ട് ഓഫ് എക്സ് ബൈ പി. അതായത് ഇപ്പൊ പുറത്ത് നമുക്കൊരു റൂട്ട് ഉണ്ട്, ഉള്ളിലൊരു പവർ ഉണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് പുറത്തും ഉള്ളിലും ഒരേപോലെ ഗുണിച്ച് സംഖ്യന്റെ ഓർഡറും കാര്യങ്ങളും മാറ്റാമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ m ആണ് പുറത്ത്, അതിന് എന്നോണ്ട് ഗുണിച്ചാൽ ഉള്ളിലും അതേപോലെ ചെയ്യണം കേട്ടോ. എക്സിന്റെ പവറിനെ
അല്ലെങ്കിൽ എക്സിന്റെ ഇൻഡെക്സ് തന്നെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വില മാറാതെ സംഖ്യ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് എക്സ് റൈസ് ടു പി ഹോൾ റൈസ് ടു 1/n എന്ന് പറയുമ്പോൾ നമുക്ക് പി ബൈ എൻ കിട്ടും. നിങ്ങളിവിടെ പറഞ്ഞ പോലെ അതിനെ മുകളിലും താഴെ ഓരോ എണ്ണ വെച്ച് ഗുണിച്ചു കഴിഞ്ഞാൽ സംഖ്യക്ക് വ്യത്യാസം വരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഹിയർ എക്സും വൈയും എന്താണ്? പോസിറ്റീവ് റാഷണൽ എന്താണ്? പോസിറ്റീവ് ഭിന്നകങ്ങളാണ്. എമ്മും എന്നും പി എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഡിജേഴ്സ്, അതായത് നമ്മളെ എണ്ണൽ സംഖ്യകളാണ് എന്ന് പറയുന്നത്. ഞാൻ എന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 3, ക്യൂബ് റൂട്ട് ഓഫ് 8 നമുക്ക് ഇങ്ങനെ എഴുതാം. 3/1/3 അല്ലെ? ക്യൂബ് റൂട്ട് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3/1/3 ആണ്. ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ 8/1/3 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ഇതിന്റെ രണ്ടിന്റെ ഓർഡർ സെയിം ആയതുകൊണ്ട് അതിനെ ഒന്നിച്ചെടുക്കാം. 3 × 8 നമുക്ക് ഒരുമിച്ചെടുത്തു. 1/3 കോമൺ ആയിട്ട് മുകളിൽ സാധം 1/3 കൊടുത്തു. 3 × 8 എന്താ? 24ആണ്. 4 സാധം 1/3, അതായത് ക്യൂബ് റൂട്ട് ഓഫ് 24 നമുക്ക് പറഞ്ഞു. ഇതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, ക്യൂബ് റൂട്ട് ഓഫ് 24 എന്ന് പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2. അപ്പൊ 3 ഇവിടെ ഓർഡർ. 3 ഉള്ളതൊക്കെ പുറത്തെടുക്കാം. 3 2 ഉണ്ട്. 2നെ പുറത്തെടുത്ത് 2 ക്യൂബ് റൂട്ട് ഓഫ് 3 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം. കേട്ടോ. ഇനി രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് 5 ഘാതം 1/3, 5 ഘാതം 1/3 ഹരിക്കണം 9 ഘാതം 1/3. ഇവിടെ ഹരിക്കണം രണ്ട് സംഖ്യകളാണെങ്കിലും ഘാതം സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചെടുത്ത് എഴുതാം. 5/9 ഘാതം 1/3. അതിന്റെ നിയമങ്ങൾ ശരിയാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/3 എന്ന് പറയുന്നത് അർത്ഥം ക്യൂബ് റൂട്ട് ഓഫ് 3 എന്നാണ്. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 3 5 ഘാതം 9. 1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട്. 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട്. 1/4 എന്ന് പറഞ്ഞാൽ ഫോർത്ത് റൂട്ട്. 1/5 എന്ന് പറഞ്ഞാൽ ഫിഫ്ത് റൂട്ട്. അങ്ങനെയാണ് നമ്മൾ എഴുതുക കേട്ടോ. ഇനി മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു 2 റൂട്ട് വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? √3, √2, 7 അങ്ങനെ വരികയാണെങ്കിൽ സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? √2 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലെ? 1/2 2ആണ്. അപ്പൊ 7 ഘാതം 1/2 ഘാതം √3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പൊ അതിന് എങ്ങനെ എഴുതാം? 7 ഘാതം 1/3 2. അതായത് 7 ഘാതം 1/6. അപ്പൊ 1/6 എന്ന് പറഞ്ഞാൽ എന്താ? 6th റൂട്ട് ഓഫ് 7 ആണ്. ഓക്കെ, 1/6 എന്ന് പറഞ്ഞാൽ 1/3 എന്ന് പറഞ്ഞാൽ തേർഡ് റൂട്ട്. 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് റൂട്ട്. 1/6 എന്ന് പറഞ്ഞാൽ ആറാമത്തെ റൂട്ട്. ഓക്കെ, അപ്പൊ ആറാമത്തെ റൂട്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 എന്ന് എഴുതാല്ലേ? അപ്പൊ നമുക്ക് തിരിച്ചു വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 2 √3 7. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. ഇതും സെയിം ആണ്. 3 2 7 എന്ന് പറയുമ്പോൾ √2 √3 7 എന്ന് പറയുമ്പോൾ ഒന്നാണ്. ഉത്തരം ഒന്നാണ്. ഈ നാലാമത്തെ ഉദാഹരണമാണ് ഫിഫ്ത് റൂട്ട് ഓഫ് 4 ക്യൂബ്. 4 ക്യൂബിന്റെ 5ാമത്തെ റൂട്ട് എന്ന് പറയുമ്പോൾ 4 ക്യൂബ് ഭാഗം 1/5 അല്ലെ? അതായത് നമ്മൾ മുകളിലും താഴെയും സംഖ്യ ഗുണിച്ചാൽ നമ്പർ മാറില്ല എന്ന് പറഞ്ഞില്ലേ? ആ ഒരു സംഭവം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ 4 ക്യൂബ് ഘാതം 1/5. അതിനെ നമുക്ക് എങ്ങനെ എന്താ? രണ്ടും കൂടെ ഗുണിക്കുന്ന സമയത്ത് 3/5 എന്ന് കിട്ടും. 3 × 1/5 എന്ന് പറയുമ്പോൾ 3/5. അപ്പോ 4നെ മുകളിലും താഴെയും 3 കൊണ്ട് ഗുണിച്ചു. ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും കുഴപ്പമില്ല. അപ്പൊ മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോ ഇവിടെ 3 കൊണ്ടാണ് ഗുണിച്ചത്. 3 ഗുണിക്കണം 3 9ആയി. 5 ഗുണിക്കണം 3 15ആയി. ഇവിടെ എന്തായി? റൂട്ട് 9/15 4 ഘാതം 9. ഇവിടെ 13 അല്ല 15 ആണ് കേട്ടോ. 15ാമത്തെ √ ഓഫ് 4/9 അങ്ങനെ വരും. ഇവിടെ എന്താണോ അതാണ് ഇവിടെ റൂട്ടിന്റെ പ്രത്യേകത. 1/15 ആണ് ഇവിടെ. അപ്പൊ റൂട്ട് 15ാമത്തെ റൂട്ട് അങ്ങനെ വരും. അപ്പൊ ഇവിടെ ഇത് ശരിയാണ്. ഇവിടെ മിസ്റ്റേക്ക് പറ്റിയാണ്. 5 × 3 എന്ന് വരും 15നെ. നമുക്ക് 5 × 3 എന്ന് എഴുതാം. ഉള്ളിൽ എന്ത് വരും? 3 × 3 3 × 3 എഴുതാം. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി ഓർഡർ മാറ്റി എഴുതാം എന്നാണ് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ തരും, ഇങ്ങനെ തന്നിട്ട് ഇതിന്റെ ഓർഡർ 15 ആക്കി എഴുതൂ. അങ്ങനെ ആക്കാം. ഇവിടെ 3 ഗുണിക്കുക, ഉള്ളിൽ 3 ഗുണിക്കുക. എത്ര വരും? Thus we see that above the law of surds are verified. അപ്പൊ നമ്മൾ പറഞ്ഞ ലോ ഓഫ് സർട്സ് മുകളിൽ നമ്മൾ പറഞ്ഞ ആ നിയമങ്ങളൊക്കെ ശരിയാണ്. നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാല്, the order of a surd can be changed by multiplying the index of the surd. അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞ സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡർ മാറ്റാൻ പറ്റും. എങ്ങനെ? ഇതിന്റെ ഉള്ളിലും ഇൻഡെക്സിനെ
ഓർഡറിനെ ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ചിട്ട് നമുക്ക് ഓർഡർ മാറ്റാൻ പറ്റും. ഇൻഡെക്സ് ഓഫ് ദി റേഡിക്കൻ ബൈ ദ സെയിം പോസിറ്റീവ് നമ്പർ. ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡെക്സിനെ അതുപോലെ റാഡിക്കൻറ്റിന്റെ ഇൻഡെക്സിനെയും തമ്മിൽ എന്ത് ചെയ്യണം, ഓർഡറും റാഡിക്കൻറ്റിന്റെ ഇൻഡെക്സും ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഓർഡർ മാറ്റാൻ പറ്റും ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത സംഭവം തന്നെ, 5നെ 3 കൊണ്ട് ഗുണിച്ച് ഇതിനെ 15 4ന്റെ 3 കൊണ്ട് ഗുണിച്ച് ഇവിടെ 9 സെയിം. അപ്പോൾ ഇവിടെ നമ്പറും മാറും, ഇവിടെ ഓർഡറും മാറും. ഫോർ എക്സാമ്പിൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഏതൊക്കെയാണ്. ക്യൂബ് റൂട്ട് ഓഫ് 2 ഇതിന് നമുക്ക് എങ്ങനെ മാറ്റാം, 3നെ 2 കൊണ്ട് ഗുണിച്ച് 6 2ന്റെ പവറിനെ കേട്ടോ, 2നെ അല്ല, 2ന്റെ പവർ ഇവിടെ 1 അപ്പോ ഇൻഡെക്സ് 1 ആയതുകൊണ്ട് 1നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 2 സ്ക്വയർ വരും. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അപ്പോ പുറത്ത് ഓർഡർ 3 6 നമ്മുടെ റാഡിക്കന്റ് 2 4 ഓക്കെ. ഇനി ഫോർത്ത് റൂട്ട് ഓഫ് 3 4ാമത്തെ റൂട്ട്, 3ന്റെ 4ാമത്തെ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ 2 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഏത് സംഖ്യ കൊണ്ട് വേണമെങ്കിലും ഗുണിക്കാട്ടോ, ഏതിനെയാണ് ഇവിടെ ഗുണിക്കുന്നത് ആ സംഖ്യനെ ഇതിന്റെ പവർ വെച്ച് ഗുണിക്കണം. അപ്പോ ഈ സംഖ്യ 4 ഗുണിക്കണം 2 ചെയ്തപ്പോൾ നമ്മൾ 3ന്റെ പവറിനെ 1 ഗുണിക്കണം 2 ചെയ്ത്, ഇവിടെ 3 എന്ന് പറഞ്ഞാൽ 3 ഒരു പ്രാവശ്യം ഇൻഡെക്സിൽ 1 ഉണ്ട്, അതിന് 1 ഗുണിക്കണം 2 ചെയ്യുമ്പോൾ 2 കിട്ടും. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 അല്ലേ. ഇത് ഇവിടെ പുറത്ത് ഓർഡർ മാറി സംഖ്യ 9 സെയിം സാധനം തന്നെയാണ് രണ്ടിന്റെ ഉത്തരം വരിക. രണ്ടും ഒരേ സംഖ്യയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഏത് സംഖ്യ കൊണ്ട് നമ്മൾ ഗുണിച്ചോ ആ സംഖ്യ കൊണ്ട് ഉള്ളിലും ഗുണിച്ച്, ഉള്ളിലെ ഇൻഡെക്സിനെ വേണം ഗുണിക്കാൻ, സംഖ്യനെ ഗുണിക്കരുത്. അതിന്റെ പവറിനെ നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ ഓർഡറിനെയും ഇൻഡെക്സിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഓർഡർ മാറ്റാം, അതുപോലെ റാഡിക്കൻറ്റും മാറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.